കേരള ബജറ്റെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് എന്താ? പെട്രോളിന് വില കൂടുമോ? പുതിയ റോഡ് വരുമോ? ഇതൊക്കെ തന്നെയല്ലേ? പക്ഷേ ഈ പ്രഖ്യാപനങ്ങൾക്കും കണക്കുകൾക്കുമൊക്കെ പിന്നില് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് പറയുന്ന ഒരു വലിയ കഥയുണ്ട്. ആ കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന പുതിയ പദ്ധതികളും വില കൂടുന്ന കാര്യങ്ങളുമൊക്കെ ബഡ്ജറ്റിന്റെ ഒരു മുഖം മാത്രം. യഥാർത്ഥത്തിൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു വാർഷിക ധനകാര്യ സ്റ്റേറ്റ്മെന്റാണ്. ഒരു ഡോക്ടർ നമ്മുടെ ഹെൽത്ത് റിപ്പോർട്ട് നോക്കി ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് പറയുന്നത് പോലെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് കൃത്യമായി കാണിച്ചു തരുന്ന ഒരു രേഖ. അതാണ് ബഡ്ജറ്റ്. അപ്പോ ഈ ഒരു ചർച്ച കഴിയുമ്പോഴേക്കും വെറും പ്രഖ്യാപനങ്ങൾ മാത്രം കേട്ട് അഭിപ്രായം പറയുന്നതിന് പകരം ഈ കണക്കുകൾ യഥാർത്ഥത്തിൽ എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാ മുന്നോട്ട് പോകുന്നതെന്ന് നോക്കാം. ആദ്യം ബഡ്ജറ്റിന്റെ അടിസ്ഥാന കണക്കുകൾ എന്താണെന്ന് നോക്കും. പിന്നെ സർക്കാരിന്റെ 2 തരം അക്കൗണ്ടുകൾ മനസ്സിലാക്കും. അതിനുശേഷം വരവ്, ചെലവ്, പിന്നെ കമ്മി, കടം എന്നിവയിലൂടെ പോയിട്ട് അവസാനം 1 രൂപയുടെ കഥയില് ഇതെല്ലാം ചുരുക്കി പറയും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഭാഗം ബഡ്ജറ്റിന് പിന്നിലെ കണക്കുകൾ. എന്താണ് ഈ വാർഷിക ധനകാര്യ സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം. രണ്ടാമതായിട്ട് സർക്കാരിന്റെ 2 പ്രധാന അക്കൗണ്ടുകൾ. സർക്കാരിന്റെ വരവും ചെലവുമൊക്കെ ഈ 2 അക്കൗണ്ടുകളിലൂടെയാണ് പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് റവന്യൂ അക്കൗണ്ട്. ഇതിനെ നമുക്ക് നമ്മുടെയൊക്കെ സാലറി അക്കൗണ്ട് പോലെ കണക്കാക്കാം. അതായത് എല്ലാ മാസവും വരുന്ന വരവും ദൈനംദിന കാര്യങ്ങൾക്കുള്ള ചെലവുമൊക്കെ നടക്കുന്നത് ഈ ഒരു അക്കൗണ്ടിലാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ലോട്ടറി വിൽക്കുമ്പോഴും നമ്മൾ GST അടക്കുമ്പോഴുമൊക്കെ സർക്കാരിന് പണം കിട്ടുമല്ലോ. അതൊക്കെ റവന്യൂ വരവാണ്. അതേസമയം ആ പണം എടുത്ത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുമ്പോൾ അതൊരു റവന്യൂ ചെലവാണ്. രണ്ടാമത്തേത് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് നമ്മുടെ സാലറി അക്കൗണ്ട് പോലെയല്ല. മറിച്ച് നമ്മളൊരു വീട് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനോ ലോൺ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് പോലെയാണ്. അതായത് ഭാവിയിൽ നമുക്കൊരു ആസ്തിയോ അല്ലെങ്കിൽ വലിയൊരു ബാധ്യതയോ ഉണ്ടാക്കുന്ന ഇടപാടുകളാണ് ഇതിൽ വരുന്നത്. ഇപ്പോ സർക്കാർ ഒരു പുതിയ പാലം പണിയുന്നു. അതൊരു ആസ്തിയാണ്. അപ്പൊ അതൊരു ക്യാപിറ്റൽ ചെലവാണ്. പക്ഷെ സർക്കാർ ഒരു വായ്പ എടുക്കുമ്പോ പണം ഇങ്ങോട്ട് വരുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അതോടൊപ്പം ഭാവിയിൽ തിരിച്ചടയ്ക്കേണ്ട ഒരു ബാധ്യത കൂടി അവിടെ ഉണ്ടാവുന്നു. ശരി, അപ്പൊ മൂന്നാമത്തെ ഭാഗം വരവിന്റെ വഴികൾ. ഈ പറഞ്ഞ അക്കൗണ്ടുകളിലേക്കൊക്കെ എവിടെ നിന്നാണ് പണം വരുന്നത്? ഈ കണക്കുകളിലേക്കൊന്ന് നോക്കിക്കേ. പ്രധാനമായും 4 വഴികളിലൂടെയാണ് സംസ്ഥാനത്തിന് വരുമാനം വരുന്നത്. 1, നമ്മൾ കൊടുക്കുന്ന നികുതികൾ. 2, ലോട്ടറി പോലുള്ള നികുതിയല്ലാത്ത വരുമാനം. പിന്നെ കേന്ദ്ര സർക്കാർ തരുന്ന നികുതിയുടെ ഒരു പങ്കും കുറച്ച് ഗ്രാന്റുകളും. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ വരുന്ന ഒരു വർഷം സർക്കാർ പ്രതീക്ഷിക്കുന്ന ടോട്ടൽ വരുമാനം ഏതാണ്ട് 1,84,000 കോടി രൂപയാണ്. ഓർക്കണം, അതൊരു ചെറിയ സംഖ്യയല്ല. ഓക്കെ, വരവിന്റെ കാര്യം നമ്മൾ കണ്ടു. ഇനി 4ാമത്തെ ഭാഗം. ഈ പണം എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? സർക്കാർ ഇത് എങ്ങനെയാണ് ചെലവഴിക്കാൻ പോകുന്നത്? വരവ് പോലെ തന്നെ ചെലവിനെയും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ദൈനംദിന കാര്യങ്ങൾക്കുള്ള റവന്യൂ ചെലവ്, പിന്നെ പാലം, റോഡ് പോലുള്ളവയ്ക്കുള്ള ക്യാപിറ്റൽ ചെലവ്. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? റവന്യൂ ചെലവ്, അതായത് ആവർത്തന സ്വഭാവമുള്ള ചെലവ്, ക്യാപിറ്റൽ ചെലവിന്റെ ഏകദേശം 10 ഇരട്ടിയോളമാണ്. ഇനി ആ വലിയ റവന്യൂ ചെലവിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കണക്കുണ്ട്. 34,000 കോടി രൂപക്ക് മുകളിൽ. ഇത് പുതിയ സ്കൂളിനോ ആശുപത്രിക്കോ ഒന്നും അല്ല കേട്ടോ. ഇത് നമ്മൾ മുൻപ് വാങ്ങിക്കൂട്ടിയ കടങ്ങൾക്ക് പലിശ കൊടുക്കാൻ വേണ്ടി മാത്രം പോകുന്ന തുകയാണ്. ഇതൊരു വലിയ ഭാരം തന്നെയാണ്. ഇനി 5ാമത്തെ ഭാഗം കമ്മിയും കടവും. ഇത് നമ്മളെ ബഡ്ജറ്റിലെ ഏറ്റവും നിർണായകമായ ചോദ്യത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. വരവിനേക്കാൾ കൂടുതൽ ചെലവുണ്ടെങ്കിൽ പിന്നെന്തു ചെയ്യും? കണക്കുകൾക്ക് സ്വയം സംസാരിക്കാൻ കഴിയും. നോക്കൂ, ചെലവ് ഏകദേശം 2.4 ലക്ഷം കോടി രൂപ. പക്ഷെ വരുമാനമോ 1.84 ലക്ഷം കോടി രൂപ മാത്രം. സ്വാഭാവികമായും അവിടെ വലിയൊരു ഗ്യാപ്പുണ്ട്. അപ്പോ ഇതാണ് ഈ വർഷത്തെ ഒരു പ്രധാനപ്പെട്ട സംഖ്യ. ഏതാണ്ട് 55,000 കോടി രൂപയുടെ കുറവ്. ഈ പണം എവിടെ നിന്നെങ്കിലും കണ്ടെത്താതെ സർക്കാരിന് മുന്നോട്ടു പോവാൻ പറ്റില്ല. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഈ കുറവിനെയാണ് നമ്മൾ ധനക്കമ്മി അല്ലെങ്കിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഈ വർഷത്തെ ചെലവുകളെല്ലാം നടത്തിക്കൊണ്ടുപോകാൻ സർക്കാർ പുതുതായി കടമെടുക്കേണ്ടി വരുന്ന തുകയാണിത്. ഈ കമ്മി തന്നെ പലതരത്തിലുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് റവന്യൂ കമ്മി. കാരണം അതിനർത്ഥം നമ്മുടെ ശമ്പളം, പെൻഷൻ പോലുള്ള ദൈനംദിന ചെലവുകൾക്ക് പോലും നമ്മുടെ കയ്യിൽ പണമില്ല.
അതിനുവേണ്ടി പോലും നമ്മൾ കടം വാങ്ങുന്നു എന്നാണ്. സ്വന്തം വീട്ടുചെലവ് നടത്താൻ ലോൺ എടുക്കുന്ന ഒരവസ്ഥയില്ലേ, ഏതാണ്ട് അതുപോലെ. അവസാനമായി 6ാമത്തെ ഭാഗം, 1 രൂപയുടെ കഥ. ഇത്രയും വലിയ കോടികളുടെ കണക്ക് കേട്ട് തല പുകയുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ബജറ്റിനെ ഏറ്റവും ലളിതമായി മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണിത്. സർക്കാരിന്റെ കയ്യിലേക്ക് വരുന്ന ഓരോ 1 രൂപയും എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കാം. ഇത് നോക്കൂ, സർക്കാരിന് കിട്ടുന്ന ഓരോരോ രൂപയിലും 21 പൈസയിൽ കൂടുതൽ വരുന്നത് പുതിയ കടത്തിൽ നിന്നാണ്. അതായത് നമ്മുടെ വരുമാനത്തിന്റെ 1/5 കൂടുതൽ പുതിയ കടമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ചെലവിന്റെ കാര്യം നോക്കാം. നമ്മൾ ചെലവാക്കുന്ന ഓരോ രൂപയിലെയും ഏറ്റവും വലിയ പങ്ക്, അതായത് 44 പൈസയും പോകുന്നത് ശമ്പളം, പെൻഷൻ തുടങ്ങിയ പൊതുവായ സേവനങ്ങൾക്കാണ്. അതായത് നമ്മുടെ ചെലവിന്റെ പകുതിയോളം ഈ ഒരു കാര്യത്തിനാണ് പോകുന്നത്. അപ്പോ ബജറ്റിന്റെ ഒരു ഏകദേശ ചിത്രം നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. വരവിന്റെ 1/5 കടം, ചെലവിന്റെ പകുതിയോളം ശമ്പളത്തിനും പെൻഷനും. ഈ ഒരു സാഹചര്യത്തിൽ പുതിയ വികസന കാര്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കും കേരളത്തിന് എത്രത്തോളം പണം കണ്ടെത്താനാകും? ഈ കണക്കുകൾ കണ്ടിട്ട് നമ്മുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?